അരമന ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം യുവതിക്കുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിൽ യുവതിയുടെ ഭർത്താവ് ഷെഫീഖ് നൽകിയ പരാതിയിൽ കാസർഗോഡ് അരമന ആശുപത്രിയിലെ ദന്തിസ്റ്റ് ഡോക്ടർ മൂമിനയ്ക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തു. ശക്തമായ പ്രതിഷേധങ്ങൾക്കും പോരാട്ടത്തിനുമൊടുവിലാണ് കാസർഗോഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എനിക്കെന്തെങ്കിലൊന്ന് എനിക്ക് തല വേദന സഹിക്കാൻ പറ്റുന്നില്ലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾക്ക് തലക്ക് അസുഖം ഉണ്ടെങ്കിൽ മാനസിക ഡോക്ടർക്ക് പോയിട്ട് കാണിക്കുക, അത് ഇവിടെയല്ല ചികിത്സിക്കേണ്ടതെന്ന്. ഞാൻ ഈ 45 കൊല്ലത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് 3 ആള് മരിച്ചു. എൻ്റെ വൈഫിൻ്റെ മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടിപ്പോയി. അതേ സമയത്ത് ഈ ഭാഗം മുഴുവൻ ഒരു സെല്ലിങ് ആയി വീക്കം വന്ന് ചെവിയും തല കണ്ണെല്ലാം ഈ ഭാഗത്ത് മുഴുവനായിട്ട് വീർത്ത് വലുതായി. കാസർഗോഡ് ജില്ലയെ തന്നെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു അരമന ആശുപത്രിയിലെ ദന്തിസ്റ്റിന്റെ കൈപ്പിഴവും പിന്നീട് യുവതിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും. ഏപ്രിൽ 26-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഷെഫീഖും ഭാര്യ ഹാജറയും റൂട്ട് കനാൽ ചെയ്യുവാനായി അരമന ആശുപത്രിയിലെ ദന്തിസ്റ്റ് മൂമിനയെ സമീപിക്കുന്നു. അതിനിടയിൽ ഡോക്ടറിന് കയ്യബദ്ധം സംഭവിക്കുന്നു. അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് മാറി നൽകുകയായിരുന്നു ഡോക്ടർ മൂമിന. എന്നാൽ ഈ വിഷയം മറച്ചുവെക്കാൻ ശ്രമിച്ചു. യുവതിയുടെ ആരോഗ്യനിലയിൽ മാറ്റം സംഭവിച്ചതോടെ ഒടുവിൽ ആശുപത്രി അധികൃതർ തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ദമ്പതികളെ മാനസികമായി ഉപദ്രവിക്കാൻ പല ആരോപണങ്ങൾ ഉയർത്തി വേട്ടയാടാൻ ശ്രമിച്ചു എന്നാണ് ദമ്പതികൾ പബ്ലിക് കേരളയോട് പറഞ്ഞത്. തുടർന്നുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് കാസർഗോഡ് പോലീസ് കേസെടുക്കുന്നത്. ആശുപത്രികളിൽ നടക്കുന്ന ക്രമക്കേടുകൾക്ക് നിയമ പോരാട്ടം നടത്തിയാൽ തിരിച്ചടികൾ ലഭിക്കുമെന്നുള്ള ചില കെട്ടുകഥകളാണ് പലപ്പോഴും ഇത്തരക്കാർക്ക് പ്രചോദനമാകുന്നത്. ദമ്പതികളുടെ ഈ പോരാട്ടം ഇത്തരത്തിൽ ആശുപത്രികളിൽ നിന്ന് ക്രമക്കേടുകളിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് നിയമവ്യവസ്ഥയെ സമീപിക്കാനുള്ള ഊർജ്ജമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.